അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് ആൻ്റണി. ഞാൻ വാളയാർന്ന് വരുന്നു. എൻ്റെ മോൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിൽ എൻ്റെ മോൾക്ക് ഒരു കല്യാണകാര്യം വന്ന് അത് ഉറപ്പിക്കുകയായിരുന്നു. അവർ പറഞ്ഞു പിറ്റേത്തെ മാസം തന്നെ കല്യാണം വെക്കണം പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് പൈസയൊന്നുമില്ല, ബാങ്കിൽ ലോണിന് അപേക്ഷിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കിട്ടിയിട്ട് കല്യാണം നടത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എനിക്കൊരു 3 മാസം അവകാശം വേണം പറഞ്ഞു. ഞാൻ അതിൻ്റെ പ്രകാരം അവരും സമ്മതിച്ചു. ഞാൻ 3 മാസം ആകുന്നവരെ ബാങ്കിൽ അപേക്ഷയൊക്കെ കൊടുത്തു. ഏത് കടലാസിന് പോയാലും ചുരുങ്ങിയതും 3 ആഴ്ച 4 ആഴ്ച അല്ലാണ്ട് ഓരോ കടലാസും ശരിയാവുന്നില്ല. അവസാനം ബാങ്കിൽ വന്ന് ഞങ്ങളുടെ സ്ഥലം പരിശോധിക്കാൻ വന്നു. അവർ വന്ന് നോക്കിയിട്ട് ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാനുള്ള വഴിയില്ല, നടന്നു പോകണ വഴിയുള്ളൂ, വണ്ടി വാഹനം പോകണ പോലെ വഴിയില്ലാത്തത് കൊണ്ട് നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പിറ്റേ ദിവസം പോയപ്പോൾ അവർ പറഞ്ഞു ശരി നമുക്ക് എന്തെങ്കിലും നോക്കാൻ പറഞ്ഞു. എല്ലാ കടലാസുകളും ശരിയാക്കി കൊടുത്ത് 10 ദിവസം ബാക്കിയുണ്ടാകുമ്പോൾ എൻ്റെ വരുമാന സർട്ടിഫിക്കറ്റ് വരുമാനം പോരാ എന്ന് പറഞ്ഞിട്ട് തിരിച്ചയച്ചു. വരുമാന സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ചുരുങ്ങിയത് 1 മാസം കഴിഞ്ഞിട്ടാണ് എനിക്കത് കിട്ടിയത്. ഞാൻ എന്തോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചു. അതെല്ലാം ശരിയാക്കിയിട്ട് പിറ്റേതാഴ്ച നമുക്ക് ഓണം പരിപാടിയാണ്, അതുകൊണ്ട് ബാങ്ക് മുടക്കമായിരിക്കും, നിങ്ങൾ എത്രയും പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. കല്യാണത്തിന് 32 ദിവസമേ ബാക്കിയുള്ളൂ. ഞാൻ നേരെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. 32 ദിവസം വെച്ചിട്ട് കല്യാണത്തിന് എന്ത് ചെയ്യാമെന്ന് എനിക്കൊരു പിടുത്തമില്ല. അപ്പം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് തോട്ടക്കരച്ചനോട് ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് 32 ദിവസമേ ബാക്കിയുള്ളൂ കല്യാണത്തിന്, പൈസ ഒന്നും ശരിയായിട്ടില്ലെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ഫിലിപ്പിയർ 4:19 ചൊല്ലിക്കോ. ലേഖനം 4:19 ആവർത്തിച്ച് ചൊല്ലാൻ പറഞ്ഞു. എനിക്കത് എന്താണെന്നുള്ളത് എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷേ എനിക്ക് എന്താണെന്നൊരു പിടുത്തമില്ല. ഞാൻ വെളിയിൽ പോയതും ആ വചനം എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ ദൈവമേ എനിക്കെന്തായാലും കാശ് കിട്ടിയെന്നുള്ള നല്ല ഉറപ്പിൽ ഞാൻ ഇവിടെ നിന്ന് വെളിയിൽ പോയി എൻ്റെ പിറ്റേ 2ാമത്തെ ദിവസം ബാങ്കിൽ നിന്ന് വിളിച്ചു, ആൻ്റണി നിൻ്റെ ലോൺ സാങ്ഷൻ ആയിരിക്കുന്നു, വന്ന് പൈസ വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞിട്ട് 33 പ്രാവശ്യം വെച്ച് ഈ ഫിലിപ്പി 4:19 ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ബാങ്കിൽ നിന്ന് വിളിച്ച് അവർ അത് ലോൺ ശരിയാക്കി, മാത്രമല്ല വഴിയുടെ കാര്യം ശരിയാക്കി കൊടുത്തു അല്ലേ? അതെ, അതൊരു ഫോറസ്റ്റിൻ്റെ സ്ഥലമായതുകൊണ്ട് അവർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. എനിക്കങ്ങനെ അറിയില്ല. ഫോറസ്റ്റുകാർ പോയി ചോദിച്ചപ്പോൾ നിങ്ങൾ ശരിയായിക്കോ, എനിക്ക് കല്യാണത്തിന് വണ്ടികളൊക്കെ വരാനുള്ളത് ശരിയായിക്കോളെന്ന് പറഞ്ഞിട്ട് വഴിയും ശരിയായി.